ആ വിശ്വാസ സ്വഭാവ സംസ്കാര രംഗങ്ങളുടെ പൂർത്തീകരണത്തോടെ കൂടി തന്നെയാണ് പൂർത്തിയായിട്ടുള്ളത് എന്ന് ഓരോ വിശ്വാസിയും ആവർത്തിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഒരു സംസ്കാരത്തിന്റെ പൂർത്തീകരണം അത് വിശ്വാസം വിമലീകരിക്കപ്പെട്ട തൗഹീദിലേക്ക് കടന്നുവന്ന ശിർക്കിന്റേതായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ ക്രമപ്രവൃത്തമായി മാറ്റങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യണമെന്ന കൃത്യമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഇസ്ലാമിനെയും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നത്. എന്താണ് ഇസ്ലാം? എന്താണ് ഈമാൻ? ഈമാനിന്റെ വിവിധ തലങ്ങൾ എന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബഹ, 70-ൽ പരം ശാഖകളായി പടർന്നു കിടക്കുന്നതാണ് ഈമാൻ. വിശുദ്ധ ഖുർആൻ സൂറത്തു ഇബ്രാഹീമിൽ ഒന്നുകൂടി വളരെ സുന്ദരമായൊരു ഉദാഹരണത്തിലൂടെ അല്ലാഹു അത് നമുക്ക് വിശദീകരിച്ചു തന്നു. കലിമത്തുൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫറഉഹാ ഫിസ്സമാ തുഅതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അതൊരു പരന്നു കിടക്കുന്ന ശാഖകളുള്ള, ആകാശത്ത് വിശാലമായ വിസ്തൃതിയിൽ കിടക്കുന്ന ശാഖകളുള്ള കനത്ത വൃക്ഷം പോലെയാണ്. ആ വൃക്ഷത്തിന്റെ മുരട്, ആ വൃക്ഷത്തിന്റെ അടിവേര് ഭൂമിയിലേക്ക് ഇറങ്ങി നിന്ന് മണ്ണിൽ ഉറച്ചു നിന്ന് വൃക്ഷത്തിന് ഇളക്കം തട്ടാത്ത ചെറിയ കാറ്റുകൾ വന്നാൽ, ചെറിയ ബഹളങ്ങളുണ്ടായാൽ, ചെറിയ അപസ്വരങ്ങളുണ്ടായാൽ ആ വൃക്ഷത്തിനെ അതൊന്നും ബാധിക്കാത്ത വിധം ആ വൃക്ഷത്തിന്റെ അടിവേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു നിൽക്കുന്നു. അസ്ലുഹാ സാബിത്തുൻ, അതാണ് വിശ്വാസം. കലിമത്തുൻ ത്വയ്യിബ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലേക്ക് ആ വിശ്വാസം ആഴ്ന്ന് ഇറങ്ങി നിൽക്കണം. ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴേക്കും, ചെറിയ ബഹളങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ വിശ്വാസത്തെ അത് ബാധിക്കരുത്, നമ്മുടെ തൗഹീദിനെ അത് ബാധിക്കരുത്. അങ്ങനെ ബാധിക്കാതെ നിന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അല്പം ചെറുതാണെങ്കിൽ കൂടി നമുക്കൊരുമിച്ച് കൂടാനും സന്തോഷപൂർവം നമ്മൾ ശരിയുടെ മാർഗത്തിലാണെന്ന് ബോധ്യപ്പെട്ട് മുന്നോട്ടു പോകാനും സാധിക്കുന്നത്. വേദനകളും പ്രയാസങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളുമെല്ലാം ഉണ്ടെങ്കിൽ കൂടി അല്ലാഹുവിന്റെ മാർഗത്തിൽ തൗഹീദിനെ ശരിക്കും മനസ്സിലാക്കി ആ തൗഹീദനുസരിച്ച് മുന്നോട്ടു പോകണമെന്ന ദാഢ്യതയോടുകൂടിയുള്ള ബോധമാണ് നമ്മളെ ഓരോരുത്തരെയും ഈ പന്തലിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ആ വിശ്വാസം എത്ര രൂഢമൂലമാണോ ഒരു വിശ്വാസിയുടെ മനസ്സിൽ, അയാൾ പ്രതിസന്ധികളെ അതിജീവിക്കാൻ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അയാൾക്കൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ആ നിലക്ക് വിശ്വാസം ഉറച്ചുനിന്ന, വിശ്വാസം മനസ്സിലുറച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആകാശത്തിൽ പടർന്നു കിടക്കുന്ന ചില്ലകളെപ്പോലെയാകണം ആ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന, ആ വിശ്വാസത്തിൽ നിന്ന് നിഷ്പന്നമാകുന്ന കർമ്മങ്ങളെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർമ്മങ്ങളുടെയും സംസ്കാരങ്ങളുടെയും വിശദാംശമാണ് നമ്മെ ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു കുടുംബം എന്ന നിലക്ക്, ഒരു സമൂഹം എന്ന നിലക്ക്, ഒരു രാജ്യം അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ കൂടുന്ന ലോകം എന്ന നിലക്ക് എല്ലാ തലങ്ങളിലും ഒരു വിശ്വാസി അനുവർത്തിക്കേണ്ട, ഒരു വിശ്വാസി ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ധാരാളക്കണക്കിന് കർമ്മങ്ങളിലൂടെ പഠിപ്പിച്ചു വന്നത്. എന്താണത്? ഒരു വ്യക്തി എന്ന നിലക്കാണ് നമ്മുടെ ഈമാനിനെയും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദീനിന്റെ വിവിധങ്ങളായ വശങ്ങളെയും പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു വ്യക്തി എന്ന നിലക്ക് അവിടെ ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇസ്ലാം ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും നൽകിയിട്ടുള്ള
നിയമനിർദ്ദേശങ്ങളുടെ എല്ലാ കാലത്തെയും ഉള്ള സ്വീകാര്യതയും കാലാതീതമായ നിലനിൽപ്പും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദീനിനെക്കുറിച്ച്, നമ്മുടെ ഇസ്ലാമിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തണം. അതെന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന സമയത്ത് പ്രവാചകനെ വിമർശിച്ച ആളുകൾ, വിമർശിച്ച ജൂതന്മാരടക്കമുള്ള ആളുകൾ വിമർശിച്ച പ്രധാനപ്പെട്ട ഒരു വിമർശനമായിരുന്നു, ആകാശത്ത് നിന്നാണ് മുഹമ്മദിന് വഹി അവതരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് മുഹമ്മദ് ഞങ്ങളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് പോയാൽ ശുദ്ധിയാക്കണം, വെള്ളം കൊണ്ട് ശുദ്ധിയാക്കണം. 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് വഹിയിലൂടെ കിട്ടുന്നത് ഈ കാര്യങ്ങളൊക്കെയാണോ എന്നാണ്. ഒട്ടകക്കാഷ്ടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒട്ടകങ്ങളും ആടുകളും കാഷ്ടിക്കുന്നത് പോലെ മൂത്രിച്ച് അവിടെ നിന്ന് ആ മണലാരണ്യത്തിൽ നിന്ന് തിരികെ നടന്നിരുന്ന മക്ക നിവാസികളായ അന്നത്തെ ആളുകൾ ചോദിച്ചത്. 1500 വർഷം മുമ്പുള്ള ആളുകൾ ഇത് ചോദിക്കുമെന്ന കാര്യത്തിൽ നമുക്കൊട്ടും തർക്കമില്ല. കാരണം ഒരു 50-100 വർഷങ്ങൾക്ക് മുമ്പ്, 75 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളുകൾ എന്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ജീവിച്ചു തുടങ്ങിയ ആളുകൾ. നമ്മുടെ നാട്ടിൽ ഇത്രയധികം സംവിധാനങ്ങൾ വരുന്നതിനു മുമ്പ് ഇന്നും കേരളം പൂർണ്ണമായും പുറത്ത് വെളിയിൽ മലമൂത്ര വിസർജനം ചെയ്യാത്ത നാടായി പ്രഖ്യാപിക്കാൻ ഉള്ള ഒരുക്കത്തിലാണ് നമ്മുടെ സർക്കാർ. ഞാൻ പറയുന്നത് ശാസ്ത്രത്തിന്റെയും ടെക്നോളജിയുടെയും സംസ്കാരത്തിന്റെയുമെല്ലാം ഏറ്റവും മുന്നിലെത്തിയെന്ന് മേനി പറയുന്ന കാലഘട്ടത്തിൽ പോലും 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിയമനിർദ്ദേശങ്ങളിലേക്ക് ലോകം ഇനിയും കടന്നുവരാൻ ഏറ്റവും ചെറിയ കാര്യം മുതൽ വലിയ കാര്യങ്ങൾ വരെ ബാക്കി നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ സഹോദര സമുദായങ്ങളിലെ ഓരോ ആളുകളെ എടുത്തു നോക്കിയാലും അവർക്ക് മതപരമായ ഒരു നിർദ്ദേശമായി നൽകപ്പെടാത്തത് കൊണ്ട് തന്നെ, അവരുടെ ധാർമ്മികതയുടെ വരുതിയിൽ വരാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരം രംഗത്ത് ശുചിയാക്കേണ്ടതാണ്. നമ്മുടെ ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയാണ് പരസ്യങ്ങളിലൂടെയും മറ്റും നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്താൽ ശുചിത്വം ഉറപ്പുവരുത്തണം എന്ന് ഇന്ത്യയിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഒരു മതത്തിന്റെ ഭാഗമായി ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും പഠിപ്പിക്കപ്പെട്ട്, ഞാൻ പറയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ആ വ്യക്തിയുടെ ശുചിത്വം ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തിന്റെ നിർമ്മാണാത്മകമായ മുന്നോട്ടുപോക്കിന് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിമിനെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്ന ഒരു ചരിത്രോദ്ധരണിയുണ്ട്. നജ്റാനിൽ നിന്ന് ഒരു ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരു ഭിഷഗ്വരൻ മദീനയിലേക്ക് കടന്നുവരുന്ന ഒരു രംഗം ചരിത്രരേഖകളിലുണ്ട്. അതിന്റെ ശരിയായ അന്യായങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം അവിടെ ആ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ പകർച്ചവ്യാധികൾ കാണുന്നില്ലല്ലോ, പകർച്ചവ്യാധികൾ മറ്റു സമൂഹങ്ങളിലൊന്നും കാണാത്തതുപോലെ നിങ്ങളിൽ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് നൽകപ്പെടുന്ന 2 ഉത്തരങ്ങൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിന്റെ അസ്ലിനെ ബാധിക്കാത്ത ഉത്തരങ്ങളാണത്. ആ ഉത്തരങ്ങൾ എന്താണ്? ഞങ്ങൾ വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ, ഞങ്ങൾ ക്ഷീണിക്കുമ്പോൾ മാത്രമേ കിടന്നുറങ്ങാറുള്ളൂ എന്നതാണ് ആ ഉത്തരം. ആ ഉത്തരം ഇസ്ലാമിന്റെ പാഠം തന്നെയാണ്. വിശപ്പിനനുസരിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തിയുടെ ശരീരം, മനസ്സ് വിമലീകൃതമാകുന്നതുപോലെ വിശുദ്ധമാകുന്നതുപോലെ തന്നെ അയാളുടെ ശരീരവും ഏറ്റവും വിശുദ്ധവും വൃത്തിയുള്ളതും ശുദ്ധവും ആരോഗ്യമുള്ളതുമായി മാറാൻ എല്ലാ നിലക്കും അതിന് 2 തലത്തിൽ, ഒന്ന് ആത്മീയമായ തലത്തിലും മറ്റൊന്ന് ഭൗതികമായ തലത്തിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അവിടെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട. ഇന്ന്
ആധുനിക ലോകം മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡയറ്റിംഗ് എന്ന പേരിൽ, അതല്ലെങ്കിൽ പ്രത്യേകമായ ആരോഗ്യ നിയന്ത്രണങ്ങൾ എന്ന പേരിൽ നിങ്ങൾ ഇന്ന രൂപത്തിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാർ പറയുന്നു. നിങ്ങൾക്കിടയിലുള്ള ജീവിത ശൈലിയാണ് രോഗങ്ങൾക്ക് ഏറ്റവും വലിയ കാരണമെന്ന് ഗവൺമെന്റ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനെ നമ്മൾ തിരിച്ചറിയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു മനുഷ്യന് ആവശ്യമായ ഭക്ഷണം എന്നത് അയാളുടെ മുതുകല്ല് സുൽബ് അത് നിവർന്നു നിൽക്കാൻ ആവശ്യമായ ലുക്മത്തുകൾ മാത്രമാണ് അയാൾക്ക് ആവശ്യമായ ഭക്ഷണമെന്നാണ്. മുതുകല്ല് നിവർന്നു നിൽക്കാൻ അത് ഓരോരുത്തരുടെ ശാരീരിക പ്രകൃതി അനുസരിച്ച് അതിന്റെ അളവിൽ വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളുടെ ഓരോരുത്തരുടെയും ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഭക്ഷണത്തിന്റെ അളവ് എന്ന് പറയുന്നത് ജീവിച്ചു പോകാനുള്ള ഭക്ഷണത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ ഹദീസിനെ കേൾക്കാറുണ്ട്, ഹദീസ് കേൾക്കാറുണ്ട് 1/3 എന്ന്. അത് പറഞ്ഞ ഹദീസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഹദീസ് വായിക്കുമ്പോൾ അത്ഭുതം തോന്നും നമുക്ക്. എന്നിട്ട് അയാൾക്ക് കൂടുതൽ കഴിക്കണമെങ്കിൽ അയാളുടെ വയറിന്റെ 1/3 കഴിക്കട്ടെ എന്നാണ്. അത് മാക്സിമം പരിധിയെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ പലപ്പോഴും അത് മിനിമം പരിധിയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. തമാശയിൽ ഒരാൾ പറഞ്ഞു, അത് ആ കല്യാണത്തിന് വെച്ച ചെമ്പിന്റെ 1/3 ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും ആളുകൾ അങ്ങനെ ഭക്ഷണം കഴിച്ച് രോഗികളായി മാറുന്നു. ആ രോഗികളായി മാറുന്നതിൽ മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ ഒട്ടും കുറവല്ല എന്ന് മാത്രമല്ല കൂടുതലാണ് എന്നത് മുഹമ്മദ് നബിയുടെ യഥാർത്ഥ ജീവിതത്തിലുടനീളമുള്ള അധ്യാപനങ്ങളിൽ നിന്ന് ഏറെ നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. വളരെയധികം നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട് എന്ന തെളിവാണ്. 3 ഭാഗം ഭക്ഷണത്തിന്, 1/3 ഭാഗം വെള്ളത്തിന്, 1/3 വയറിന്റെ 1/3 ഭാഗം നിങ്ങൾ ഒഴിച്ചിടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമ്മുടെ ആരോഗ്യത്തെ പൂർണ്ണമായും നമുക്കനുസൃതമായി പടച്ചതമ്പുരാൻ, നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ച പടച്ചതമ്പുരാന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നിങ്ങൾ നോക്കൂ, ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളെ കൂട്ടിക്കലർത്തിക്കൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഇനെ കുറിച്ച് പറഞ്ഞു എന്നത്. നിങ്ങൾ വുളൂ ചെയ്യുമ്പോൾ, രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ നിങ്ങൾ വുളൂ ചെയ്യുന്നതിന് മുമ്പ്, എന്ത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകൾ കഴുകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഇന്നകും ലാ തദ്രി ഐന ബാതത് യദഹ്, നിങ്ങളുടെ കൈകൾ രാത്രി എങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത് എന്ന് പൂർണ്ണമായി നിങ്ങൾക്കറിയില്ല. ആധുനിക ശാസ്ത്രം പറയുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകും നമ്മൾ. ഒരു തവണ നമ്മൾ നമ്മുടെ ശരീരത്തിൽ അല്പസമയം വൃത്തിയാക്കാതെ വിയർത്തൊലിച്ചു കഴിഞ്ഞതിന് ശേഷം ആവട്ടെ, ഇനി അല്ലാതാവട്ടെ, നമ്മുടെ ശരീരം ഒന്ന് ചൊറിഞ്ഞാൽ പോലും നമ്മുടെ നഖത്തിനുള്ളിൽ പറ്റിക്കിടക്കുന്ന വൈറസുകൾ ആയിരക്കണക്കിനാണ് എന്നാണത്രേ. ആയിരക്കണക്കിനാണ് എന്നാണ് പറയുന്നത്. അത്രമാത്രം സൂക്ഷ്മ ജീവികളായ വൈറസുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അവയെല്ലാം ദ്രോഹികളാണെന്നല്ല പറയുന്നത്. അവയിൽ ശരീരത്തിന് പുറത്ത് തൊലികൾക്കിടയിൽ തൊലിയെ പ്രത്യേകമായി പുനരുദ്ധരിക്കുന്നതിന് വേണ്ട വൈറസുകൾ ആവശ്യമുണ്ടാകാം. നമ്മുടെ രോമകൂപങ്ങളിൽ ജീവിക്കുന്ന വൈറസുകൾ ഉണ്ടാകാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ. രാവിലെ നിങ്ങൾ എഴുന്നേറ്റാൽ കൈ കഴുകണം. 3 തവണ മിനിമം നിങ്ങൾ കൈ കഴുകണം. എന്നിട്ട് വുളൂ ചെയ്യണം. വായിൽ വെള്ളം കുപ്പിളിക്കണം. മൂക്കിൽ വെള്ളം കയറ്റി നിങ്ങൾ നാസിക വൃത്തിയാക്കണം, മൂക്ക് വൃത്തിയാക്കണം. ആധുനിക ശാസ്ത്രം പറയുന്നു, മനുഷ്യന്റെ നാസിക വൃത്തിയാക്കുന്നതിലൂടെ അവന്റെ ജലദോഷമടക്കമുള്ള ഒട്ടനേകം രോഗങ്ങൾക്ക് വലിയ ഒരു ആശ്വാസം മനുഷ്യന് ലഭിക്കുമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. അത്തരം ചികിത്സാ രീതികൾക്ക് പ്രത്യേകമായ പേരിട്ട് വിളിക്കുന്നു. ഞാൻ പറയുന്നത്, നമ്മുടെ ശരീരത്തിന്റെ നിമ്നോന്നതികളെ മനസ്സിലാക്കി അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിന്റെ പൂർണ്ണമായ മുന്നോട്ടുപോക്കിന് ആവശ്യമായ എല്ലാ തരത്തിലുമുള്ള ഉപദേശങ്ങൾ തന്ന മതമാണ് നമ്മുടെ മതം. റസൂലുള്ളാഹിയാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്കൊരു വിശ്വാസി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതോടൊപ്പം അയാളുടെ ആത്മീയമായ പിശാചിനെ കൂടി, ശൈത്താനെ കൂടിയാണ് അയാളുടെ മൂക്ക് വൃത്തിയാക്കുന്നതിലൂടെ ശരീരത്തിൽ നിന്ന് മാറ്റുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഇന്ന ശൈത്താന യബീതു ഫീ ഖൈശൂമിഹി, നിങ്ങളുടെ തരിമൂക്കിലാണ് പിശാച്
കിടക്കുക. അതുകൊണ്ട് നിങ്ങൾ രാവിലെ വുളൂ ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചു കൊച്ചു വാചകങ്ങൾ വരെ നമ്മുടെ വ്യക്തി വിശുദ്ധിയിലേക്കാണ് സൂചനകൾ നൽകുന്നത്. കുളിക്കാൻ വേണ്ടി മതനിർദ്ദേശം നൽകപ്പെട്ട മതം, ആ കുളിക്ക് പ്രത്യേകമായ രൂപങ്ങൾ പഠിപ്പിച്ചു വന്ന മതം, താടിരോമങ്ങൾ നീട്ടി വളർത്തുന്നതോടൊപ്പം തന്നെ അവ നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച മതം, മുടി നിങ്ങൾക്ക് ഏറ്റവും നീട്ടി വളർത്താം, പക്ഷെ ആ മുടിയിഴകളിലൂടെ ഓരോ സമയത്തും നിങ്ങൾ കൈകൾ കടത്തി നിങ്ങളുടെ ശരീരശുദ്ധി ഉറപ്പുവരുത്തണമെന്ന് പഠിപ്പിച്ച മതം, ഗുഹ്യഭാഗങ്ങളിൽ വളർന്നു വരുന്ന രോമങ്ങൾ നിശ്ചിത സമയങ്ങൾക്കുള്ളിൽ നിങ്ങൾ നീക്കം ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ച മതം, നിങ്ങളുടെ നഖം നിങ്ങൾക്ക് ശരീരത്തിന് ഒരു സൗന്ദര്യമാണ്, എന്നാൽ ആ നഖം നിങ്ങൾ വൃത്തിയോടെ സൂക്ഷിക്കുകയും നിശ്ചിതമായ ഘട്ടങ്ങളിൽ അവ വളർന്നു വലുതാകുന്നത് നീക്കം ചെയ്യുകയും ചെയ്യണമെന്ന് ഫിത്രത്തിന്റെ ഭാഗമായി, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയുടെ ഭാഗമായി പഠിപ്പിച്ച മതം. ഷാരിബ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കസ്സു ഷാരിബ്, നിങ്ങൾ നിങ്ങളുടെ മീശ കത്രിക്കണമെന്ന്, നിങ്ങളുടെ മീശ ചെറുതായി നിങ്ങൾ വെട്ടണമെന്ന്. ആ പദം പോലും അത്ഭുതമുളവാക്കുന്നു എന്ന് ആധുനികമായ അറബി പദാവലികളെക്കുറിച്ച് പഠിക്കുന്ന ആളുകളും അതിനെ ശാസ്ത്രീയമായി ബന്ധിപ്പിക്കുന്ന ആളുകളും പറയുന്നു. ഷാരിബ് എന്ന പദത്തിന്റെ യഥാർത്ഥത്തിലുള്ള പദപരമായ താൽപര്യം ചുണ്ടിന് മുകളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മീശരോമങ്ങൾ എന്നാണ്. അതവിടെ നിൽക്കുമ്പോൾ മനുഷ്യൻ കുടിക്കുന്ന ജലം, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം, അതെല്ലാം ഈ രോമങ്ങളിൽ തട്ടാൻ സാധ്യതയുണ്ടെന്നും അത് സ്വാഭാവികമായി നമ്മളുടെ രോമകൂപങ്ങൾക്കിടയിൽ നിൽക്കുന്ന നൂറുകണക്കിന് വൈറസുകളെ, ശരീരത്തിനുള്ളിലേക്ക് ആവശ്യമില്ലാത്ത വൈറസുകളെ ശരീരത്തിനുള്ളിലേക്ക് വെറുതെ പറഞ്ഞുവിടാനുള്ള കാരണമായി തീരുമെന്നും അത് നിങ്ങളുടെ ദഹന പ്രക്രിയയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ആധുനിക ശാസ്ത്രം മനുഷ്യനെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുമ്പോൾ, ഇതൊന്നുമില്ലെങ്കിലും മതത്തെ ബോധ്യപ്പെടുന്ന ആളുകൾ നിർവഹിക്കുന്ന കാര്യം അവർക്ക് നൽകുന്ന ഭൗതികമായ ഗുണങ്ങൾ കൂടിയാണ് നമ്മൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരു ആരോഗ്യപൂർണമായ വ്യക്തിയുടെ വളർന്നുവരവിനെയാണ് ഇസ്ലാം ഒരു വ്യക്തി എന്ന നിലക്ക് സമൂഹത്തിൽ ഇസ്ലാമിന്റെ മുസ്ലിമായ ഓരോ വ്യക്തികളും പൂർണ്ണമായ ആരോഗ്യമുള്ള ജീവിതത്തിൽ രോഗങ്ങളെ എല്ലാ സമയത്തും സ്വീകരിക്കേണ്ടതില്ലാത്ത, എന്നാൽ രോഗങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണമായി അനുഭവിക്കേണ്ടതുണ്ടാകാം, അതിൽ നിന്ന് മുക്തമായി ആരുമില്ലതാനും, പക്ഷെ അതോടൊപ്പം നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന പാഠങ്ങളാണ് വ്യക്തി എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ആരോഗ്യമുള്ള വ്യക്തികൾ കൂടിച്ചേരുന്ന ആരോഗ്യമുള്ള കുടുംബമായി ഓരോ കുടുംബവും മാറണമെന്നാണ് സാമൂഹ്യ പാഠത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആരോഗ്യമുള്ള കുടുംബമായി നമ്മുടെ കുടുംബം മാറണം. ഏതെല്ലാം അർത്ഥത്തിൽ ആരോഗ്യമുള്ള കുടുംബം? ഭൗതികമായ അർത്ഥത്തിലും മതപരമായ അർത്ഥത്തിലും ആരോഗ്യമുള്ള കുടുംബമായി മാറണം. കുടുംബത്തിന്റെ ആരോഗ്യവശം മതപരമായ അർത്ഥം തന്നെയാണ്, മാനസികമായ ഐക്യവും മാനസികമായ ഇണക്കവും തന്നെയാണ്. അതിലൊന്നാം സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. കാരണം കുടുംബമെന്നത് വിവിധങ്ങളായ ആളുകൾ കൂടിച്ചേർന്ന് ഉണ്ടായി വരുന്ന ഒരു സാമൂഹിക പ്രക്രിയയാണല്ലോ. അവിടെ വിവാഹമെന്ന ആ പ്രക്രിയക്ക് ഒരു പുരുഷൻ ഒരുങ്ങുമ്പോൾ തന്നെ അയാളുടെ മനസ്സിലുണ്ടാവേണ്ട ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു. ആ ഉദ്ദേശശുദ്ധി എന്താണ്? പരലോകത്തും നീണ്ടു നിൽക്കുന്ന കാലങ്ങളോളം, കാലങ്ങളില്ലാത്ത കാലത്തോളം നീണ്ടു നിൽക്കുന്ന ബന്ധമായി മാറണമേ എന്റെ ഈ വൈവാഹിക ബന്ധമെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി നിങ്ങൾ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കണമെന്നാണല്ലോ അതിന്റെ അടിസ്ഥാനം. അങ്ങനെ പ്രവേശിക്കുമ്പോൾ വമിനായാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഖുർആൻ പറഞ്ഞല്ലോ, എന്തിനാണ് കുടുംബം? നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് കുടുംബ രൂപം അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ, ഈമാനോടുകൂടി തഖ്വയോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ കുടുംബിനിയുടെ അടുത്തേക്ക് ആ നിലക്കൊരു വിവാഹ പ്രക്രിയയിലേക്ക് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അവൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിത്തരും മവദ്ദതൻ വറഹ്മ,
ഒരു കുടുംബത്തിന്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും ആവശ്യമായ ഘടകം അവൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി തരുന്ന അള്ളാഹു പറഞ്ഞത്. അള്ളാഹു നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി തരും മവദ്ദത്തും റഹ്മത്തും, സ്നേഹവും കാരുണ്യവും. മനസ്സ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൃദയം, മനസ്സ് എന്നുള്ളത് അള്ളാഹുവിന്റെ കയ്യിലിരിക്കുന്ന ഒരു ഗോളം പോലെയാണ്. യുഖല്ലിബുല്ലാഹു കൈഫ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നുവെന്നാണ്. അള്ളാഹുവാണ് നമ്മുടെ മനസ്സിന്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുന്നത്. അവന്റെ തീരുമാനപ്രകാരമാണ് നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. അത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ആ മനസ്സിൽ നമ്മുടെ ഇണയോട്, നമ്മുടെ കുടുംബത്തോട് സ്നേഹവും അങ്ങേയറ്റത്ത് ഊഷ്മളമായ സമീപനവും ഉണ്ടാകണമെങ്കിൽ അള്ളാഹു അത് നമുക്ക് തരണം. പടച്ച തമ്പുരാൻ നമുക്ക് നൽകണം. അത് അള്ളാഹു നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൂർണ്ണമായും ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ആ അർത്ഥത്തിൽ നിങ്ങൾ കുടുംബത്തിലെ ഇടപഴകാൻ തയ്യാറുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് നൽകുമെന്നാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കണം. എന്നിട്ട് ആ കുടുംബത്തോടൊപ്പം എങ്ങനെ മുന്നോട്ടു പോകണമെന്നതിന്റെ വളരെ സുവ്യക്തമായ പാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ വഹി അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളെ പഠിപ്പിച്ചു. അതിൽ ദീർഘമായ കാര്യങ്ങളിലേക്കല്ല ഞാൻ കടന്നു പോകുന്നത്. പക്ഷെ ഒരു കുടുംബത്തിന്റെ സമൂലമായ മുന്നോട്ടു പോക്കിന് ഒരു വിശ്വാസി പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അങ്ങനെ കുടുംബങ്ങൾ മര്യാദപൂർണമായ കുടുംബങ്ങളായി മാറുമ്പോഴേ സമൂഹം നന്നാവുള്ളൂ, ആ സമൂഹത്തിലുള്ള ആളുകൾ നന്നാവുകയുള്ളൂ. അവിടെ ഒരു കുടുംബത്തിന്റെ കൃത്യമായ മുന്നോട്ടുപോക്കിന് അടിസ്ഥാനപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു വന്ന കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ടേ ഒരു കുടുംബം മുന്നോട്ടു പോകാൻ പാടുള്ളൂ എന്നതാണ്. രണ്ട് വ്യക്തികൾ, ഭാര്യയും ഭർത്താവും, അതിനു പുറമെ അവരുടെ ഉമ്മയും വാപ്പയും അവരുടെ മക്കൾ, ഇങ്ങനെ വിവിധങ്ങളായ വ്യക്തികൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട കുടുംബത്തിന്റെ തൂണായി വർത്തിക്കേണ്ട ഭാര്യയും ഭർത്താവും, അവർ തമ്മിൽ പരസ്പരം ചില തിരിച്ചറിവുകളും ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര സഹായങ്ങളും ജീവിതത്തിലുടനീളം പുലർത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ടു പോകാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതിന് കേവലം കുറെ സിദ്ധാന്തങ്ങൾ, ലോകത്ത് എത്രയോ അധികം സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്, ഭൗതിക ദർശനങ്ങളിൽ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്, ആധുനിക ശാസ്ത്രത്തിൽ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചകളെക്കാളൊക്കെ ഉപരിയായി ജീവിച്ച് കാണിച്ചു തന്നുകൊണ്ട് പ്രയോഗവൽക്കരിച്ച മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു വന്നത്? പരസ്പരമുള്ള വിട്ടുവീഴ്ചയുടെ ഏറ്റവും മഹിതമായ ഉദാഹരണം ഒന്ന്, ദേഷ്യം പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിലുടനീളം ദേഷ്യം പിടിക്കാതിരിക്കുക എന്നുള്ളത് സൂറത്തു നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളായ ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആ സ്വർഗത്തിന്റെ വിശാലതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, അർളുഹ സമാവാതു വൽ അർള്, ആകാശഭൂമിയോളം വിശാലമാണ് ആ സ്വർഗലോകം. എന്നിട്ട് ആ സ്വർഗലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആരാണ് ആ സ്വർഗലോകത്തിൽ പ്രവേശിക്കുക? അൽ കാളിമീനൽ ഗൈർ എന്നൊരു പദം അല്ലാഹുവോട് ഉപയോഗിക്കുന്നു. ദേഷ്യം അടക്കി വെക്കുന്നവർ എന്നാണ് പദത്തിന്റെ അർത്ഥം. അത്ഭുതം തോന്നും നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ. സ്വർഗ്ഗത്തിന് വഇന്നലിൽ ജന്നതി സമാനിയതു അബ്വാബ് മാ ബൈന മിസ്റാഇൽ ജന്ന 40 മസീറതു ആമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഓരോ കവാടത്തിന്റെയും വിസ്തൃതി നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. ഒരു കവാടത്തിന്റെ ഒരു വാതിൽപ്പൊളിയിൽ നിന്ന് അടുത്ത വാതിൽപ്പൊടിയിലേക്കുള്ള ദൂരം മാ ബൈന മിസ്റാഇൽ ജന്ന 40 മസീറതു ആമാ, 40 വർഷം ഒരാൾ സഞ്ചരിച്ചാൽ എത്തുന്ന അത്ര ദൂരമുള്ള സ്വർഗത്തിന്റെ കവാടങ്ങളാണ് റസൂൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ആ 8 കവാടങ്ങളിൽ പല പേരുകളും റസൂൽ പരിചയപ്പെടുത്തി. ബാബു സ്വദഖ, ബാബുൽ ജിഹാദ്, ബാബു സ്വലാത്ത്, ബാബു റയ്യാൻ, ഇങ്ങനെ ഒരുപാട് കവാടങ്ങൾ റസൂൽ നമുക്ക് പറഞ്ഞു തന്നു. ആ കവാടങ്ങളുടെ കൂട്ടത്തിൽ ഒരു കവാടത്തിന്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നത് ബാബു അൽ കാളിമീനൽ ഗൈർ എന്നാണ്. ദേഷ്യം അടക്കിപ്പിടിക്കുന്നവർക്കുള്ള കവാടം എന്ന്. സ്വർഗത്തിന്റെ ഒരു കവാടമാണത്രേ അത്.
ദേഷ്യം എന്നുള്ളതൊരു വികാരമാണ്. മനുഷ്യനിൽ അള്ളാഹു അന്തർലീനമാക്കിയിട്ടുള്ള ഒരു വികാരം. അതൊഴിവാക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അത്തരമൊരു വികാരം നമുക്കൊരുപാട് സന്തോഷം ഒരു വികാരമാണ്, ദുഃഖമൊരു വികാരമാണ്, സ്നേഹമൊരു വികാരമാണ്. അതേപോലെ ഒരു വികാരമാണ് ദേഷ്യം. ചില സന്ദർഭങ്ങളിൽ ശാസനകളും ദേഷ്യം പിടിക്കലുകളും ആവശ്യമാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പതഞ്ഞുപൊന്തി വരുന്ന ആ ദേഷ്യത്തെ അടക്കി നിർത്താൻ ശ്രമിക്കുക എന്നതാണ്. അത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. ആ ഓരോ വൈകാരിക തലങ്ങൾ. ചില ആളുകൾക്ക് ചിലപ്പോൾ മുൻകോപം അല്പം കൂടുതലായിരിക്കും. ചില ആളുകൾ അത്ര ദേഷ്യം പിടിക്കാത്ത ആളുകളായിരിക്കും. പക്ഷെ ഒരു വിശ്വാസി അയാളുടെ ജീവിതത്തെ മനസ്സിലാക്കുകയും അയാളുടെ വികാരങ്ങളെ മനസ്സിലാക്കുകയും താൻ അല്പം ദേഷ്യം പിടിക്കുന്നയാളാണെന്ന് അയാൾക്ക് തോന്നിയാൽ അയാൾ ആ ദേഷ്യത്തെ അടക്കി വെക്കാൻ പരമാവധി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യണമെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതാണ് കുടുംബജീവിതത്തിന് ഏറ്റവും ഒന്നാമതായി ആവശ്യമുള്ളതെന്ന് റസൂലുള്ളാഹി തന്നു, കാണിച്ചു തരികയും ചെയ്തു. ആയിഷ ബീവി ഒരിക്കൽ റസൂലുള്ളാഹിയുമായി തെറ്റി, എന്തോ പല കാര്യങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മിണ്ടാതായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പഴത്തിന്റെ ചെറിയ പാത്രം ആയിഷ ബീവിയുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് നീട്ടി, ഇതിനൊന്ന് എടുത്തോക്കെന്ന് പറഞ്ഞു. സ്ത്രീ സഹജമായ ദേഷ്യത്തോടുകൂടി ആയിഷ ബീവി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പാത്രത്തിന് ഒരു തട്ട് വെച്ചു കൊടുത്തു. ആ ഈത്തപ്പഴം മണലിൽ കൊഴിഞ്ഞു വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? സാധാരണ ഒരു കുടുംബത്തിൽ എന്താണ് ഉണ്ടാവുക? അതോടുകൂടി അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, അദ്ദേഹം കുനിഞ്ഞിരുന്ന് മണലിൽ വീണ ഓരോ ഈത്തപ്പഴവും എടുത്ത് അതിൽ പറ്റിപ്പിടിച്ച മണൽത്തരികൾ തട്ടി പാത്രത്തിലേക്ക് ഇട്ടപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? 2 ഈത്തപ്പഴം ഇട്ടപ്പോഴേക്കും 3-ാമത്തെ ഈത്തപ്പഴം എടുക്കാൻ ആയിഷ ബീവിയും റസൂലിനോട് ചേർന്ന് നിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയ അബദ്ധമാണെന്ന് പറയാതെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്ന് ആ കുടുംബത്തിന്റെ ഐക്യത്തിലേക്കും ഊഷ്മളതയിലേക്കും തിരികെ വന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രായോഗികവൽക്കരണത്തിലൂടെയാണ് നമുക്ക് സ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നത്, ഐക്യത്തിന്റെയും ഊഷ്മളതയുടെയും പാഠങ്ങൾ പഠിപ്പിച്ചു തന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ പൂർണ്ണമായ മുന്നോട്ടുപോക്കിന് പുരുഷനും സ്ത്രീയും സ്വീകരിക്കേണ്ട മര്യാദകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു വന്നു. ഇനിയോ അങ്ങനെ കുടുംബങ്ങളായി ജീവിക്കുന്ന ആളുകൾ, വ്യക്തികൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട എല്ലാ അർത്ഥത്തിലുമുള്ള മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും കാണിച്ചു തരികയും ചെയ്തിട്ടാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. ഇന്ന് ഇസ്ലാം വലിയ നിലക്കുള്ള സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സമകാലിക സാഹചര്യം നമ്മളുടെ ഇടയിൽ വന്നുപെട്ടിരിക്കുകയാണ്. ഇത് ഒരു പരീക്ഷണമായി നമ്മൾ കാണണം. ഇസ്ലാം എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും വളരെ സുഗമമായി മുന്നോട്ടു പോയ ഒരു കാര്യമല്ല. എല്ലാ അർത്ഥത്തിലുമുള്ള പരീക്ഷണം നിങ്ങളെ നാം പരീക്ഷിപ്പിക്കുമെന്ന് ഖുർആനും ഹദീസിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസമുള്ള, ഇസ്ലാമികമായി പൂർണ്ണാർത്ഥത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പിൽ പുതിയ ചില പരീക്ഷണങ്ങൾ കടന്നു വരുന്നുവെന്ന് സമകാലിക സംഭവങ്ങൾ നമ്മൾ വിലയിരുത്തി തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് നിർവഹിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, നിരന്തരമായ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? പടച്ച തമ്പുരാനെ, ഏത് ദുരന്തപൂർണമായ പരീക്ഷണങ്ങളിലൂടെ ഈ മതവും ഈ മതത്തിന്റെ അനുയായികളും കടന്നുപോകേണ്ടി വന്നാലും അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാനിനെ, എന്റെ കുടുംബത്തിന്റെ വിശ്വാസത്തെ ഒരു ചെറിയ അണുപോലും താഴേക്ക് കൊണ്ടുപോകാതെ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കരുത്തു നൽകണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കാരണം ഒരുപക്ഷെ നമ്മൾ അനുഭവിച്ചതിലധികം വലിയ പരീക്ഷണങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സത്യസന്ധമായി പറഞ്ഞതാണ്, അന്ത്യദിനം അടുക്കുമ്പോൾ വിശ്വാസിയായി ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ അതിനേക്കാൾ ഐസറു മിൻഹു, അതിനേക്കാൾ എളുപ്പമായി അയാൾക്ക് തോന്നുക അയാളുടെ വലതുകരത്തിന്റെ
ഉള്ളംകൈയിൽ ഒരു തീക്കട്ട പിടിപ്പിച്ച് ആ തീക്കട്ട അയാളുടെ കോശങ്ങളെയും തൊലിയെയും ഉരുക്കിക്കൊണ്ടിരിക്കുകയും ആ ഉരുകിയൊലിക്കുന്ന കോശങ്ങളുടെയും തൊലിയുടെയും വേദന മുഴുവൻ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടം അയാൾക്ക് ഇസ്ലാമികമായി ജീവിക്കുന്നതിനേക്കാൾ എളുപ്പമായി തോന്നിയേക്കാം. ആ പരീക്ഷണത്തിന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നരകത്തിന്റെ സമാനമായ ഒരു സാഹചര്യമെന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ അത്ര ദുരന്തപൂർണമായ സാഹചര്യം ഈ ഉമ്മത്തിന് ഒരുപക്ഷെ കടന്നു വരാനുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ പരീക്ഷിക്കപ്പെട്ടേക്കാം, അതല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു തലങ്ങളിൽ നമ്മൾ പരീക്ഷിക്കപ്പെട്ടേക്കാം. അവിടെ ഈ ദീനിനെ പുറകിലോട്ട് മാറ്റിവെച്ച് ഈ വിശ്വാസത്തെ പിൻകാലുകൊണ്ട് ചവിട്ടി മെതിച്ച് കടന്നു കളയേണ്ടവരല്ല നമ്മൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഉഹുദ് യുദ്ധത്തിന്റെ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ കുഴിച്ച വാരിക്കുഴിയിൽ വീഴുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മുൻപല്ലുകൾ പൊട്ടി പൂമേനിയിൽ നിന്ന് രക്തം ചാലിട്ടൊഴുകുന്ന സാഹചര്യമുണ്ടായി. റസൂലുള്ള യുദ്ധത്തിന്റെ മുൻനിരയിൽ തന്നെയാണ് നിൽക്കാറ്, പിന്നിലല്ല നിൽക്കാറ്. സ്വഹാബത്ത് മുന്നിലേക്ക് നോക്കുമ്പോൾ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ റസൂലുള്ളയെ കാണുന്നില്ല. ചികിത്സക്ക് വേണ്ടി അദ്ദേഹം മാറി നിന്നതാണ് തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ. ശത്രുക്കൾ പറഞ്ഞു പ്രചരിപ്പിച്ചു, ഇതാ മുഹമ്മദ് മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി വിശ്വാസികൾ, മുഹമ്മദിന്റെ അനുയായികൾ ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം? ചില ആളുകൾക്കും തോന്നി, നബി മരിച്ചല്ലോ, ഇനി ഈ ദീനിനെ ആർക്ക് വേണ്ടി നമ്മൾ സംരക്ഷിക്കണമെന്ന് തോന്നി. അവരോട് ഖുർആൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അവരോട് ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. മുഹമ്മദ് പൂർവിക പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവാചകൻ മാത്രമാണ്. അഫഇൻ മാത, അദ്ദേഹം മരിക്കുകയോ ഔ ഖുതില, യുദ്ധത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്തേക്കാം. അങ്ങനെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാലോ മുഹമ്മദ് മരിച്ചാലോ ഈ ദീൻ അവസാനിച്ചു എന്ന് വിചാരിച്ച് പുറംതിരിഞ്ഞ് ഓടേണ്ടവരാണോ നിങ്ങൾ? വമൻ യൻഖലിബ് അലാ അഖബൈഹി, അങ്ങനെ ആരെങ്കിലും ഒരു നിശ്ചിതമായ പ്രതിസന്ധിയുടെ ഘട്ടം വരുമ്പോൾ ഈ ദീനിനെ വിട്ട് ഓടിക്കളയാനാണ് ആരുടെയെങ്കിലും ഭാവമെങ്കിൽ ഫലൻ യദുറല്ലാഹ ശൈആ, അള്ളാഹുവിനതൊരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല കേട്ടോ. അള്ളാഹുവിന്റെ ദീനിനതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല കേട്ടോ. അള്ളാഹുവിന്റെ മതത്തിന് ഞാനോ നിങ്ങളോ വിട്ടുനിന്നു എന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നവർ മൗഢ്യമാണ് അവർ വിചാരിക്കുന്നത്, വിഡ്ഢിത്തമാണ് അവർ വിചാരിക്കുന്നത്. ആരെങ്കിലും ഈ ദീനിന്റെ കൂടെ നിന്ന് റസൂലുള്ളാ ഉള്ളപ്പോഴും റസൂലുള്ളായുടെ കാലശേഷവും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ ദീനിന്റെ കൂടെ നിന്ന് ഈ ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ? ഫസയജ്സില്ലാഹു ശാകിരീൻ. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു അവരുടെ നന്ദി അനുസരിച്ച് അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇത് റസൂലുള്ളായുടെ കാലത്തുള്ള ആളുകൾക്ക് മാത്രമുള്ള ആയത്തല്ല. ഓരോ കാലഘട്ടങ്ങളിലും ഇസ്ലാമിനെതിരെയുള്ള ആക്ഷേപങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രതിസന്ധികളിൽ നമ്മളെ ആത്മവിശകലനം നടത്താൻ തയ്യാറാവണം. അത്തരമൊരു ആത്മവിശകലനത്തിന്റെ സാഹചര്യം കൂടി ഈ ഹദീസ് സെമിനാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സലഫികളായ ആളുകൾ, മുവഹിദുകളായ ആളുകൾ സമൂഹത്തിലില്ല എന്ന അതിശക്തമായ ഒരു ആരോപണം സമൂഹത്തിലെ വിവിധ കോണുകളിൽ നിന്ന്